പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സൗജന്യ പഠന ഉപകരണങ്ങളുടെ വിതരണം ആരംഭിച്ചു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു. 5 ദിവസങ്ങളിലായി 7 മേഖലകൾ തിരിച്ചാണ് വിതരണം നടക്കുന്നത്. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് 7 മേഖലകളാക്കി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. മാനത്തുമംഗലം, പൊന്നിയാകുറിശി മേഖലകളുടെ വിതരണം തിങ്കളാഴ്ച പൂർത്തിയായി. മാനത്തുമംഗലം കുന്നുംപുറത്ത് നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ഒരു കുട്ടിക്ക് നൽകുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സഹായം നൽകുക എന്ന് പറയുന്നത് ഒരു വീട് മാറുന്നതിന് വേണ്ടിയുള്ള ഇന്ധനം നൽകുക എന്നതാണ്. ഇത് കേവലം ഒരു പുസ്തകത്തിന്റെ മാത്രം കാര്യമല്ല. ഈ സർവീസ് ബാങ്ക് നടത്തുന്ന നിരവധിയായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ തുടർച്ചയായി നടത്തുന്ന ഈ പ്രവർത്തനം തുടരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാഴ്ച, നമുക്ക് പലപ്പോഴും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊന്നും അത്ര നല്ല ഗുണത്തിലല്ല ചെയ്യുന്നത്. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്ന ഒരു കാര്യം. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി P ബഷീർ, നഗരസഭാ കൗൺസിലർമാരായ ഉനൈസ് കക്കൂത്ത്, അലീന മറിയം, ഷമീന ജാഫർ, സജ്ന സലീം, ബാങ്ക് സെക്രട്ടറി നാസർ കാരാടൻ, ബാങ്ക് ഡയറക്ടർമാരായ C നാസർ, അജിത് കുമാർ, റജീന അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാതായിക്കര, കുന്നപ്പള്ളി, ജൂബിലി റോഡ്, ഇരവിമംഗലം എന്നീ മേഖലകളിലും പഠനോപകരണങ്ങളുടെ വിതരണം നടക്കും. MLAമാരായ A റഹ്മത്തുള്ള, ആര്യാടൻ ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഷ്മ തബ്ഷീറ, നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ, വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധങ്ങളായ സാമൂഹ്യ സേവനക്ഷേമ പദ്ധതികളാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്നത്. എത്രയോ മുമ്പ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ കിഡ്നി രോഗികൾക്ക് 2000 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ A ക്ലാസ് മെമ്പർമാരായ 70 വയസ്സ് പൂർത്തിയായ 550 ആൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് വളരെ കാലങ്ങളായിട്ട് നടപ്പിലാക്കി വരികയാണ്. ഒപ്പം തന്നെ എനിക്കറിയാം, ഇന്നൊരു വീടെന്ന സ്വപ്നം, ഒരു കുടുംബം വാടക വീട്ടിൽ കഴിയുമ്പോൾ അവൻ്റെ കണ്ണീരും അവൻ്റെ പ്രയാസങ്ങളും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു കൂടുന്ന ഒട്ടനവധി കുടുംബങ്ങൾ നമ്മളൊക്കെ സമൂഹത്തിലുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് ആശ്വാസം പകരുന്ന വലിയൊരു പ്രവർത്തനം കഴിഞ്ഞ 10 കൊല്ലക്കാലമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഈ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏകദേശം 6 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 450 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചു നൽകുക ഒരു ബാധ്യതയും ആ കുടുംബത്തിനില്ലാതെ. ഇതിനൊക്കെ 33 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു പദ്ധതി ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 33 കുടുംബത്തിന് ആശ്വാസം പകരുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനമാണ്. കേരളക്കരയിലെ ഒരു സഹകരണ ബാങ്കും അല്ലെങ്കിൽ ഒരു ബാങ്കും ചെയ്യാത്ത വലിയ ഒരു മഹത്തായ പദ്ധതിയാണ് ഞാൻ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ തന്നെ. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.